ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് രാവിലെ തന്നെ ശങ്കരാചാര്യ ടെമ്പിളിലേക്ക് പോവാണ്. നമ്മളെ പോകുന്ന വഴിയെല്ലാം രണ്ട് സൈഡ് ഫുള്ള് കാടും പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ഇടുങ്ങിയ റോഡുമാണ്. അതുപോലെ തന്നെ ചെറിയ റോഡ്, പിന്നെ കയറ്റം എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു അമ്പലം ഉള്ളത്. ഒരു ചുരം കയറുന്ന പോലെ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് കിടക്കുന്ന വഴികളാണ് മൊത്തം. അങ്ങനെ നമ്മൾ ശങ്കരാചാര്യ ടെമ്പിളിലൊക്കെ പോയി. പക്ഷേ അവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എല്ലാം അവിടെ അല്ല. നമ്മൾ പാർക്കിങ്ങിൽ നമ്മുടെ മൊബൈലും നമ്മുടെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് പേഴ്സ് മാത്രമേ അവരെ അലോ ചെയ്യുള്ളൂ. ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫോട്ടോഗ്രാഫി ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പൈസ ഫൈനായിരിക്കും. അപ്പം നമ്മളിത് ശങ്കരാചാര്യയിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത നമ്മുടെ പോയിന്റിലേക്ക് പോവുകയാണ്. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് മൊബൈൽ പോലും നമുക്ക് ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സ്ഥലത്ത് ചെക്ക് പോയിന്റുകളുണ്ട്. നമ്മൾ അതൊന്നും കണക്കാക്കാണ് നമ്മൾ വീഡിയോസ് ഫോട്ടോസൊന്നും എടുക്കരുത്. കാരണം അവരൊക്കെ നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറയണത്. നമ്മളതൊക്കെ ഒബേ ചെയ്യണം. ശങ്കരാചാര്യര് തപസ്സിരുന്ന സ്ഥലവും അതിനടുത്ത് പണി തരുന്ന അമ്പലവും കാര്യങ്ങളും പ്രതിഷ്ഠയും എല്ലാം കണ്ടുവരുന്ന വഴിയാണ്. നല്ലൊരു അനുഭവമായിരുന്നു. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ അഭിമാന സ്തംഭം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അത് അവിടെയൊക്കെ ബോർഡ് വെച്ചിരിക്കുന്നത്. എന്നിട്ടും നമ്മുടെ രാജ്യം കാക്കുന്ന സൈനികർക്കൊക്കെ വെള്ളം ചുമന്ന് വേണം കയറ്റിക്കൊണ്ടുപോയിട്ട് അവിടെ കുടിക്കാനും കുളിക്കാനും ടോയ്ലറ്റ് യൂസ് ചെയ്യാനും വെള്ളം അവൈലബിൾ അല്ല. എന്തുകൊണ്ട് സപ്ലൈ ഇല്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇന്ത്യയുടെ അഭിമാനം അതാണ്, ഇതാണ്, ആർക്കിയോളജി സർവേയുടെ വലിയ ഏരിയ ആണ്, എല്ലാം ആണ്. എന്നിട്ട് എന്തുകൊണ്ട് കറക്റ്റായിട്ട് ഇവർക്കൊന്നും യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വിസിറ്റേഴ്സിന് യൂസ് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് വെള്ളം വരുന്നില്ല? അതൊക്കെ ഒരു അറിയേണ്ട കാര്യങ്ങളാണ്, നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇന്ത്യയുടെ അഭിമാന സ്തംഭമാണ് ഇതൊക്കെ. അവിടെയാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. നമ്മളങ്ങനെ ഇവിടുത്തെ പാരി മഹലിലെത്തി. നമ്മൾ രണ്ടുപേരും ടാക്സി അടക്കം 70 രൂപയാണ് ചാർജ് ഈടാക്കിയത്. 74 രൂപയാണ് ചാർജ് ഈടാക്കിയത്. ശ്രീനഗറിലുള്ള മറ്റുള്ള ഏത് അട്രാക്ഷൻ പോലെ തന്നെ ഈ ഒരു പാരി മഹലും സഞ്ചാരികൾക്ക് അത്രയും പ്രിയപ്പെട്ട സ്ഥലം തന്നെയാണ്. എഴുത്തുകാരുടെ ഭാഷയിൽ ബുദ്ധവിഹാരത്തിന് മുകളിൽ പൂന്തോട്ടം, മാലാഖമാരുടെ വാസസ്ഥലം, അങ്ങനെയൊക്കെയാണ് ഈ പാരി മഹലിനെ വിശേഷിപ്പിക്കുന്നത്. ഏകദേശം 6 നിലകളിലായിട്ടോ ഈ ഒരു പൂന്തോട്ടം ഉള്ളത്. നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ ചെറിയൊരു ഗാർഡൻ അവിടെയാണ് നമ്മൾ വന്നത്. ഇവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട്. പാരി മഹലിൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ മകനായ താരാ ഷിക്കോ അദ്ദേഹമാണ് ഈ പാരി മഹൽ നിർമ്മിച്ചത്. ഈ പാരി മഹലിലേക്ക് വരുന്നതൊക്കെ മുമ്പേ തന്നെ ഇതിൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു കൊട്ടാരായിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്രാവശേഷിപ്പിക്കൽ ഏതെങ്കിലും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ എന്തെങ്കിലും ഒരു ഇതായിരിക്കും തന്നെ വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറി. എന്താ പറയുക, 6 നിലകളിലായിട്ട് കംപ്ലീറ്റ്ലി നല്ല ഫ്ലവേഴ്സും അതേപോലെ തന്നെ കട്ട് ചെയ്ത് ഡിസൈനാക്കി വെച്ച ട്രീസ്, പിന്നെ നിലത്തൊക്കെ ഇങ്ങനെ പുൽത്തകിടുകളൊക്കെ വിരിച്ചിട്ട് ഒരു ഡിഫറെൻറ്റ് കാഴ്ച തന്നെയാട്ടോ ഈ പാരി മഹലിലെ. ഈ പാരി മഹലിലും ഉണ്ട് നമുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ലോക്കൽ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം. ഈ പാരി മഹലിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കങ്ങ് ദൂരത്തായിട്ട് മഞ്ഞുമലകളൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ കോട ഇറങ്ങുന്നതും. ഇത് 1ാമത്തെ തട്ട്, ഇത് 2ാമത്തെ തട്ട്, ഇത് 3ാമത്തെ തട്ട്, 4, 5, 6. ഏറ്റവും ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ആ ഒരു ഗോപുരം പോലെ കാണുന്നില്ലേ, ആ ഒരു സംഭവമാണ്. ഈ പാരി മഹലിന് പേര് വന്നതുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും അവസാനിച്ചിട്ടില്ല ആ ഒരു തർക്കം. ഈ പാരി മഹലിന് പേര് കിട്ടിയത് ചിലർ പറയുന്നത് ദാരാ ഷിക്കോയുടെ ഭാര്യയുടെ പേര് പാരി ബീഗ് എന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വന്നെന്നാണ് പറയുന്നത്. മറ്റൊരു ഭാഗം ആൾക്കാർ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യകാലം മുതലേ ഈ സ്ഥലത്തിൻ്റെ പേര് പീർ മഹൽ എന്നാണ്. അതിൻ്റെ അകത്തുനിന്നാണ് പിന്നീട് പാരി മഹൽ ആയതെന്ന് അവർ പറയപ്പെടുന്നു. ഈ പാരി മഹൽ ദാൽ ലേക്കിനെ ഫേസ് ചെയ്തിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാരി മഹലിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വ്യക്തമായിട്ട് ആ ഒരു ശ്രീനഗർ സിറ്റിയും ദാൽ ലേക്കും കാണാൻ പറ്റും. അതിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ കിട്ടും. പിന്നെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലൗഡ്സും അതേപോലെ പച്ച പുതച്ച മലനിരകളും. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ഈ പാരി മഹലിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നിക്കൽ രാവിലെ വരിക, അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു 3-4 മണിയാകുമ്പോൾ വരിക. അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം.
ഇതിൻ്റെ ഓരോ തട്ടിലേക്ക് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നതും അതേപോലെ കയറിപ്പോകുന്നതെല്ലാം കരിങ്കലിനെ കൊണ്ട് ഉണ്ടാക്കിയ സംഭവം തന്നെയാണ്. അതിന് വേറെ മാറ്റമൊന്നും വരുത്തിയില്ല. പണ്ട് കാലത്തുള്ള എങ്ങനെയാണ് അതിപ്പോഴും മെയിൻറ്റെയിൻസ് ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തട്ടിലും ഇതേപോലെ ഒരു കോർണറിലൊരു സാധനം ഉണ്ട്, റൗണ്ട്. നല്ല വ്യൂ ആണ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നല്ല ഫോട്ടോഗ്രാഫി പോയിൻ്റും ആണ്. ശരിക്കും നടന്ന് കാണാനുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട് ഇവിടെ. നമുക്ക് പോരാൻ തോന്നൂല, അത്രയും രസമാണ് കാണാൻ. പിന്നെ വന്നിട്ട് ശാന്തമായിട്ട് ഇരിക്കുക. വേറെ വിസിറ്റേഴ്സിൻ്റെയും ആൾക്കാരുടെയും ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലെങ്കിൽ വേറെ ശബ്ദം തന്നെ ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ പാരി മഹലിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മുടെ അടുത്ത പോയിന്റിലോട്ട് പോകാൻ പോവാണ്. പിന്നെ ഇവിടുത്തെ തുലിപ് ഗാർഡൻ പിന്നെ മറ്റുള്ള ഇതൊക്കെ ഗാർഡനൊക്കെ ഇപ്പം നിലവിൽ ക്ലോസ്ഡ് ആണ്. വേറെ ചഷ്മഷായി എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളങ്ങനെ ആ ഒരു പാരി മഹലിന് ചഷ്മിനാഷായിൽ വന്നു, വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു സേക്ക് എന്നിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ടാണല്ലോ. ഇപ്പോൾ ഏകദേശം സമയം 2 മണിയാകാനായി. രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയാണ്. നല്ല റെസ്റ്റോറൻറ്റ് കേട്ടോ, അത്യാവശ്യം നല്ല വ്യൂ ആണ് ഇവിടെ. നമ്മളൊരു ചിക്കൻ ബിരിയാണിയും ഒരു ചിക്കൻ കാന്തി, എന്താ അതിൻ്റെ പേര് വരെ ചിക്കൻ കാന്തി അങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളിതുവരെ ഇവിടെ വന്നിട്ട് ചിക്കൻ ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല. ടേസ്റ്റ് ചെയ്തൊക്കെ ഇവരുടെ ചിക്കൻ ബിരിയാണിയൊക്കെ എങ്ങനെയുണ്ട് എന്ന്. ഫസ്റ്റത്തെ ഡിഷായ ചിക്കൻ കാന്തി കൊണ്ടുവന്നിട്ടുണ്ട്. ട്രൈ ചെയ്തൊക്കെ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്, എന്താണ് ടേസ്റ്റ്? ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് ആണോ? പേരുമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇവിടുത്തെ കാശ്മീരി ബിരിയാണി വന്നിട്ടുണ്ട്. ബിരിയാണി ഒരു മീഡിയം ലെവൽ, ഇത് അടിപൊളി, ഇത് സൂപ്പർ. ഈ സംഭവം അടിപൊളിയല്ലേ? ബിരിയാണി ഒരു മീഡിയം. ഓക്കെ. ഇവിടുത്തെ ചായൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചായക്ക് ഓർഡർ ചെയ്താൽ നാട്ടിലത്തെ പോലെ തന്നെ നമ്മളൊരു ചായ ഒരു കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പായിട്ട് നമുക്ക് തരില്ല. ഒരു ഇതിൽ കൊണ്ടുതരും. അതിനകത്ത് 2 കപ്പ് ഉണ്ടാവും ഒരു ചായ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2 പേർക്ക് അത് കുടിക്കാമെന്ന് ഇവർ പറഞ്ഞത്. ഇനി ഈ ചായയിലോട്ട് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ തന്നെ മിക്സ് ചെയ്യണം ആവശ്യത്തിനുള്ളത്. എന്തൊക്കെയുണ്ടല്ലോ ഇതിനകത്ത്. നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അതാണ് ചഷ്മിനാഷ്. ഇവിടെ ഇഷ്ടംപോലെ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ സുവനീഴ്സും സംഭവങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയ സംഭവം ഇതൊക്കെ. ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ കയറാനുള്ളൊരു മൂടൊന്നുമില്ല. ഫുള്ള് ഗാർഡന് പൂക്കളൊന്നും ഇല്ല. ഇപ്പം മഴ പെയ്തുകൊണ്ട് വൃന്ദാവൻ ഗാർഡൻ മോഡലാണ്. ഫോട്ടോസ് ഒക്കെ നോക്കിയിട്ട് കണ്ടത് വൃന്ദാവൻ മോഡലാണ്. ജസ്റ്റ് ഞങ്ങള് പുറമേ നിന്ന് കാണിച്ചു തരാം, ബാക്കി താല്പര്യമുള്ളവർ മാത്രം വന്ന് കാണുക. ഇതുണ്ടോ സ്മോക്കിങ്ങിന്? അതിൻ്റെ വേറെ ടൈപ്പുകൾ, ഡിഫറെൻറ്റ് ടൈപ്പുകൾ സാധനങ്ങളാണ് നമ്മൾ വലിക്കാൻ പറ്റിയത്. ഒരു കശ്മീർ ഷിക്കാരന്റെ മുകളിൽ നമുക്ക് ഇവര് പേരൊക്കെ എഴുതി തരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെൽക്കം ടു കാശ്മീർ. ഇനായത് മലിക് സർ, ഇനായത് മുഹമ്മദ് ഇനായത് മലിക്. ഓക്കെ, മുഹമ്മദ് ഇനായത് അഹമ്മദ് മലിക്, മൈ സിസ്റ്റർ, മൈ ബ്രദർ. വെൽക്കം, വെൽക്കം സർ. ഇവിടെ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് നമുക്ക് ജ്വല്ലറീസ് ഒക്കെ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ മാലയുടെ ഒക്കെ കളക്ഷൻസ് കണ്ടോ. പിന്നെ അതേപോലെ തന്നെ കീ ചെയിൻ, ക്ലോക്സ്, പിന്നെ ഇത് കണ്ടോ, ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കൊള്ളാം അത് 3. ഇവിടെ ഈ ചഷ്മിനാഷിൽ വന്നിട്ട് ഇവിടുത്തെ ചെറിയ മാർക്കറ്റിൽ കയറിയപ്പോഴാണ് നമ്മൾ മുമ്പ് മേടിച്ചതിനെല്ലാം ഒടുക്കത്തെ വിലയായിരുന്നു എന്ന് മനസ്സിലായത്. നമ്മളെ പറ്റിച്ചതാണെന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ പകുതി വിലയേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ സാധനങ്ങളും ലേക്കിൽ ഒരു സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേക്കിൽ നിന്ന് മേടിക്കാത്ത നല്ലത്. കാരണം ഭയങ്കര റേറ്റുമാണ്, നമ്മളെ കൊന്നൊടുക്കുകയാണ്. എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ഇവിടുത്തെ അവരെ സപ്പോർട്ട് ചെയ്യണം, അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് ഇവരോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു. പക്ഷെ അതവർ ശരിക്കും നല്ല രീതിയിൽ അവർ മുതലെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇനിയിപ്പോൾ നേരെ നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് പോവാണ്. അതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഇനി പോയിട്ട് പാർസലൊക്കെ അയക്കണം. സാധനങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതും ഇന്ന് വാങ്ങിച്ചതൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇങ്ങനെ കശ്മീരിലെ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസിലെത്തി. ലോകത്തിലെ തന്നെ ഏക ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസിലുള്ള നമ്മുടെ ഇന്ത്യയിൽ കശ്മീരിലുള്ള അതാണ് ഈ കാണുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ അവർ അയക്കാൻ പറ്റില്ല. പിന്നെ മുഗൾ ദർബാറില്ല റെസ്റ്റോറൻറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ലാൽ ചൗക്കിലുള്ള അവിടെ നിന്ന് മാത്രമേ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റൂന്ന് ഇവർ പറഞ്ഞത്. അപ്പോൾ
നമ്മളിനി അങ്ങോട്ട് പോവാണ്. ഇവിടെ വന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ സാധനം അയക്കുന്നതൊക്കെ മുമ്പേ തന്നെ അതിൻ്റെ അടുത്തൊരു പാക്കിങ്ങിൻ്റെ സെൻറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് ഇവർ തന്നെ പാക്ക് ചെയ്തിട്ട് സാധനങ്ങളെല്ലാം കൊറിയർ അയച്ചിരുന്ന ഇവർ പറയുന്നത്. പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ ഓൾറെഡി ക്ലോസ്ഡ് ആയി, നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആയി. അപ്പോൾ പിന്നെ ഇവിടുന്ന് തന്നെ അയക്കാമെന്ന് വിചാരിച്ച് നമ്മൾ. എത്ര കിലോ ഉണ്ട്? 5 കിലോ. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് പാർസൽ അയക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തു. കിലോ 300 റുപ്യാണ് പറഞ്ഞത്. നമ്മളത് 5 കിലോ ഉണ്ടായിരുന്നു, 1500 റുപ്യ. അവർ തന്നെ ഭംഗിയായിട്ട് ബോക്സിലൊക്കെ ആക്കി പാക്ക് ചെയ്തിട്ട് അയക്കും. നമ്മൾ പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഹോം ഡെലിവറി ആണ് അവർ പറഞ്ഞത്. ഹോം ഡെലിവറി കിട്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. കിട്ടുമായിരിക്കും. അതാണ് എന്താണെന്ന് അറിയില്ല നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. കേരളത്തിലെ ഇതിനെക്കുറിച്ച് ഓൾമോസ്റ്റ് ആൾക്കാർ പരാതി പറഞ്ഞിട്ടുണ്ട്, ഹോം ഡെലിവറിനെ കുറിച്ച്. അതന്നെ നോക്കാം. നമ്മൾ അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോവാണ്. കാരണം നാളെ നമ്മുടെ ഫ്ലൈറ്റാണ് ഡൽഹിക്ക്. നമ്മൾ ഇവിടുന്ന് ലീവ് ചെയ്യാണ്. നമ്മുടെ ടോട്ടലി 6-7 ദിവസം കൊണ്ട് കശ്മീരിൽ തന്നെ കഴിഞ്ഞു. നാളെ രാവിലെ 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം പോയിട്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈകിപ്പിക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ളത് ഈ ഡൽഹിയിലെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. സോ താങ്ക് യു, സ്റ്റേ ട്യൂൺ.